ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളിയുടെ ശ്രീയേട്ടൻ തിരികെ വരികയാണ്. അമ്പിളിക്കാണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് എന്ന് അറിയുന്നില്ല. അവളാണെങ്കിൽ ശ്രീയെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എല്ലും തോലായി, ഞാനില്ലാതെ ശ്രീയേട്ടൻ ഭക്ഷണം കഴിച്ചു കാണില്ല അല്ലേ, അത് പിന്നെ നീ വിളമ്പിത്തരുന്നത് പോലെയും നീ അടുത്തിരുന്ന് കഴിപ്പിക്കുന്നത് പോലെയും ആവും എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളി പറയുന്നുണ്ട്, എങ്കിൽ വാ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാമെന്ന്. അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ശ്രീയേട്ടൻ നന്നായി കഴിക്കുന്നൊക്കെ പറയുകയാണ്. എന്നാലും ശ്രീയേട്ടൻ എങ്ങനെയാണ് ഇത്രയും ദിവസം എന്നെ കാണാതെ ഇരുന്നത് എന്നൊക്കെ ചോദിച്ച് അമ്പിളിയാണെങ്കിൽ അവളുടെ സങ്കടങ്ങൾ ഓരോന്നായിട്ട് പറയുന്നു. ഈ സമയം മീനാക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരാണെന്ന് ഇങ്ങനെ ശ്രീ ചോദിക്കുമ്പോൾ ഇത് അമ്മയുടെ ഉറ്റ ബന്ധുവാണ് പ്രസന്ന ചേച്ചിയുടെ മോളാണ് ഈ മീനാക്ഷി എന്നിങ്ങനെ പറയുമ്പോൾ ആണോ? അങ്ങനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പറയുകയാണ്, അത് ശ്രീയേട്ടന് കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല, അത് പിന്നെ ഇപ്പോൾ ആണുങ്ങൾക്ക് ചിലർക്കൊന്നും ജോലി ഉണ്ടാവാറില്ലല്ലോ, പിന്നെ ആണുങ്ങളായ കുടിക്കുമല്ലോ, പൈസ ഇല്ലാത്ത സമയത്ത് മാത്രം ശ്രീയേട്ടൻ കുടിക്കില്ല, ബാക്കിയുള്ള എല്ലാ സമയത്തും കുടിക്കും. അങ്ങനെ ശ്രീ പറയുന്നുണ്ട്, 1-ാം തീയതി ഞാൻ കുടിക്കില്ല, കാരണം അന്ന് ബാറില്ല. പിന്നെ ശ്രീയേട്ടനെ ഞാൻ അടുത്തില്ലാത്തപ്പോൾ ഓരോ പെണ്ണുങ്ങളായിട്ട് വളച്ചെടുക്കാനായിട്ട് ശ്രമിക്കും, അതിൽ ചിലപ്പോൾ ശ്രീയേട്ടൻ വീഴും, അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ശ്രീയേട്ടൻ്റെ പേരിലുള്ള തെറ്റ്. അങ്ങനെ അമ്പിളിയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് പറയുമ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അതായത് ദിവസവും കള്ളു കുടിക്കുന്നു, ഒരു ജോലിയും കൂലിയും ഇല്ല, പിന്നെ അത്യാവശ്യം സ്വഭാവങ്ങളും കയ്യിലുണ്ട്, ഇതൊക്കെയല്ലേ ഉത്തമ പുരുഷൻ അല്ല അമ്പിളി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ. അങ്ങനെ സ്ത്രീക്കാണെങ്കിൽ മീനാക്ഷി ആക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അമ്പിളിക്കാണെങ്കിൽ അതൊട്ടും കത്തുന്നില്ല. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവർ വീണ്ടും ഓരോരോ വിശേഷങ്ങളായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കല്ലുമോളാണെങ്കിൽ തൻ്റെ അച്ഛൻ വരുന്ന വാർത്ത അറിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ മുടി ചീകിയിട്ടും വൃത്തിയാവുന്നില്ല. ഈ സമയം ഇന്നും അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അതെ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, ഈ മുടി ചീകിയത് ഒട്ടും ചേരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ കല്ലുമോൾക്ക് സങ്കടമാവുകയാണ്. അങ്ങനെ ജയഗീത അങ്ങോട്ട് വരുമ്പോൾ കല്ലുമോൾ പറയുന്നുണ്ട്, അമ്മേ ഇത് നോക്ക്, ഈ മിന്നു പറയുന്നത് ഞാൻ മുടി ചീകിയത് വൃത്തിയായിട്ടില്ലേ? വൃത്തിയായിട്ടില്ല, ഇന്നേ അച്ഛൻ വരുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കാം. ഇത് കേട്ട് കല്ലുമോൾക്ക് സന്തോഷമാവുകയാണ്. അമ്മയുടെ കുഞ്ഞെ ഒരു കാര്യം ചെയ്യും, നല്ല ബട്ടർഫ്ലൈ പോലെ തോന്നിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്നു. മിന്നു പറയുകയാണ്, പിന്നെ ഇവളെ കാണാൻ ബട്ടർഫ്ലൈ പോലെ നല്ലെന്ന് അസിയോടെ പറയുമ്പോൾ ജയഗീത പറയുന്നുണ്ട്, മിന്നു നീ നിൻ്റെ കാര്യം നോക്ക്, നീയും പോയിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, രണ്ടാൾക്കും ഇന്ന് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുകയാണ്. അങ്ങനെ കല്ലുമോളാണെങ്കിൽ റെഡിയാവാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, പ്രതാപേട്ടൻ പെട്ടെന്ന് പോവാൻ നോക്ക്, അവിടെ വന്ന് ഏട്ടൻ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരരുതെന്നൊക്കെ പറയുമ്പോൾ ഏത് ഫ്ലൈറ്റും നേരത്തെ വന്ന ചരിത്രം ഇല്ലടി, അതുകൊണ്ടേ ഞാൻ ഇത്തിരി നേരത്തെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, എന്തായാലും നിൻ്റെ ഏട്ടനെ വെയിറ്റ് ചെയ്യിപ്പിക്കൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഏട്ടൻ ചിലപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണമെന്നൊക്കെ പറയും. അത് ശരിയാണ്, നിൻ്റെ ഏട്ടനാണല്ലോ, അവിടെ നിന്നും കയറുമ്പോൾ ഒരു പ്ലാനായിരിക്കും, ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരു പ്ലാനായിരിക്കും, ഞാൻ എൻ്റെ കഴിവിന് മാക്സിമം ശ്രമിക്കാം. അതെ മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഏട്ടന് ഇഷ്ടപ്പെട്ട നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് ഏട്ടൻ്റെ ആ സീമ സമ്മതിക്കണ്ടേ. ഇപ്രാവശ്യം അവളില്ലെന്നാണ് പറയുന്നത്. പിന്നെ രോഗമൊക്കെ കൃത്യമായിട്ട് മാറിയെങ്കിലും കൂടിയിട്ട് ചില ഫുഡിലൊക്കെ കൺട്രോൾ ഉണ്ടെന്നിങ്ങനെ പ്രതാപം പറയുന്നു. ആ കൺട്രോളൊക്കെ പിന്നീട് നോക്കിക്കോളാം, എന്തായാലും മാക്സിമം ഏട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന കൃഷ്ണൻ പറയുന്നുണ്ട്. ഇനി നിന്നാൽ ശരിയാവില്ല, വെഴുകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അവിടെ നിന്നും കാറെടുത്ത് പോകുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനാണെങ്കിൽ മലേഷ്യയിൽ നിന്നും വരുന്നുണ്ട്. അവർ യാത്ര തിരിക്കുകയാണ്. പ്രതാപൻ ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന്. യാത്രയ്ക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ? പോവാം. കൃഷ്ണ അവിടെ മുകുന്ദേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുകയാണ്. എടോ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താ മുകുന്ദേട്ട, ഗസ്റ്റ് ഹൗസിലേക്ക് പോകണോ? ഗസ്റ്റ് ഹൗസിലേക്കല്ല, ആദ്യം എൻ്റെ മോളെ കാണാനായിട്ട് പോകണം. ജയഗീതയുടെ വീട്ടിലേക്കോ? ജയഗീതയുടെ വീട്ടിലേക്കല്ല, നവനീതയുടെ വീട്ടിലേക്ക്. എൻ്റെ മോൾ എവിടെയാണോ താമസിക്കുന്നത് അത് അവളുടെ വീടാണെന്ന് ഇങ്ങനെ പറയുന്നു. കാരണം അവൾ രാജകുമാരിയാണെന്നൊക്കെ മുകുന്ദൻ പറയുകയാണ്. അത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെ? പിന്നെ ജയഗീത ഇടയ്ക്കിടയ്ക്ക് മോളുടെ ഫോട്ടോസൊക്കെ കൃത്യമായി തന്നെ അയച്ചു തരുന്നതല്ലേ, അവളുടെ ഓരോ വളർച്ചയും മുകുന്ദേട്ടന് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എടോ ഫോട്ടോ കാണുന്നത് പോലെയാണോ? ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഫോട്ടോയിൽ നേരിട്ട് കാണുന്നതിൽ. പിന്നെ എൻ്റെ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അതൊക്കെ അല്ലടോ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്തായാലും ആദ്യം എൻ്റെ നവനീത മോളെ കണ്ടിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. താൻ നേരെ ജയഗീതയുടെ വീട്ടിലേക്ക് കാർ എടുക്കുന്നങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഭർത്തൊന്നും പറയുന്നില്ല, ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ തീരുമാനിക്കും. അങ്ങനെ ഈ സമയം കല്ലുമോളാണെങ്കിൽ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വരികയാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ജയഗീത പറയുന്നു. അങ്ങനെ മിന്നു പറയുന്നുണ്ട്, ഇവളെ ഡ്രസ്സിൽ കാണുമ്പോൾ ബട്ടർഫ്ലൈ പോലെയും ഇല്ലെന്ന് പറയുമ്പോൾ മിന്നു നിൻ്റെ അസൂയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജയഗീതയാണെങ്കിൽ മിന്നുവിനെ ചീത്ത പറയുകയാണ്. എന്നിട്ട് അവളെയും കൊഞ്ചിപ്പിക്കുന്നുണ്ട്. ഈ സമയം സൂരജ് ആണെങ്കിൽ പുറത്തു നിന്ന് മുകുന്ദനെയൊക്കെ കാത്തു നിൽക്കുക.
അങ്ങനെ പപ്പ വരുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കണമെന്നൊക്കെ ജയഗീത കല്ലുമുൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൂരജ് ആ കാഴ്ച കാണുന്നു. അതായത് മുകുന്ദൻ്റെ കാറ് അങ്ങോട്ട് വരുന്നത്. പ്രതാപനാണ് ആദ്യം ഇറങ്ങുന്നത്. വേഗം തന്നെ സൂരജ് വേഗം ജയഗീതയുടെ അടുത്തേക്ക് വിട്ട് പറയുന്നുണ്ട്, അമ്മേ അവരെത്തിയെന്ന്. കല്ലുമോളുടെ അടുത്ത് ജയഗീത പറയുകയാണ്, അച്ഛൻ വരുന്ന സമയത്ത് ഈ പൂക്കൾ അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞ് സെറ്റാക്കി നിർത്തുകയാണ്. എന്തായാലും മിന്നുമോളും സൂരജിനോടൊപ്പം പോകുന്നുണ്ട്. അങ്ങനെ മുകുന്ദൻ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ സൂരജിനും മിന്നുവിനും ആകെ കണ്ടു തള്ളി പോവുകയാണ്. അവർ വിചാരിക്കുന്നത് ഏതോ ഒരു സിനിമ നടനെ പോലെയാണ് മുകുന്ദനെ കാണാൻ എന്നൊക്കെയാണ്. അങ്ങനെ അവിടെ ജയഗീത കല്ലുമോളുമായിട്ട് പോവാനായിട്ട് നിൽക്കുമ്പോൾ കല്ലുമോൾ പെട്ടെന്ന് തന്നെ കൈയൊക്കെ വെടിയിച്ച് അകത്തേക്ക് തന്നെ കയറി പോവുകയാണ്. എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. ജയഗീത പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മുകുന്ദനാണെങ്കിൽ കല്ലുമോൾ ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു മടിയും നാണമൊക്കെ ഉണ്ട്. അവൾ വരും സാർ എന്തായാലും ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജയഗീത വേഗം തന്നെ കല്ലുമോളെ നിർബന്ധിച്ച് മുകുന്ദൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കല്ലുമോളാണെങ്കിൽ ചെറിയൊരു നാണത്തോട് കൂടിയിട്ട് തല താഴ്ത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ സമയം കല്ലുമോളുടെ അടുത്ത് മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കാണാൻ മോൾക്കെന്ത് ഇത്ര നാണക്കേട്? അങ്ങനെ കല്ലുമോളൊന്നും മിണ്ടുന്നില്ല. വീണ്ടും മുകുന്ദൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ കല്ലുമോള് ഒന്നും മിണ്ടാതെ തലതായിട്ട് നിൽക്കുകയാണ്. മോളെ ആ പൂവങ്ങ് അച്ഛന് കൊടുക്കുമെന്ന് പറയുമ്പോൾ കല്ലുമോൾ അത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഒരു കരച്ചിൽ. ഇത് കണ്ട് മുകുന്ദനാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അയാളും കരയുന്നു. മാത്രമല്ല ജയഗീതയും പ്രതാപനും എല്ലാവരും കരയുന്നുണ്ട്. അങ്ങനെ കല്ലുമോളുടെ നവനീത മോൾ അച്ഛൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ കല്ലുമോളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ജയഗീത പറയുന്നുണ്ട്, ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്, രാജകുമാരി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുകുന്ദൻ്റെ എല്ലാ കൺട്രോളും പോകുന്നുണ്ട്. അയാൾ വേഗം തന്നെ കല്ലുമോളെ എടുക്കുന്നു. എന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ്. കല്ലുമോളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ആ നിമിഷം എല്ലാവരുടെയും കണ്ണ് നനയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. പിന്നീട് അവരെല്ലാവരും അകത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട്. കല്ലുമോളാണെങ്കിൽ മുകുന്ദൻ്റെ വാച്ചും കോട്ടും ഒക്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ സമയം മിന്നു ആണെങ്കിൽ മുകുന്ദനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ സ്വന്തം അച്ഛൻ വന്നിരുന്നെങ്കിലോ എന്നുള്ളൊരാഗ്രഹമാണ്. അവിടേക്ക് സൂരജ് ആണെങ്കിൽ ചായയുമായിട്ട് വരുന്നു. ആഹാ, മോനാണോ ചായയൊക്കെ കൊണ്ടുവരുന്നത്? എന്തായാലും മുകുന്ദനാണെങ്കിൽ മിന്നുവിൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളെയും ചേർത്ത് പിടിച്ചിരുത്തും. ജയഗീതയാവട്ടെ അവർക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ മുകുന്ദൻ അതിൽ നിന്ന് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് കല്ലുമോളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കല്ലുമോളാണെങ്കിൽ അത് സന്തോഷത്തോടെ കഴിക്കുന്നു. പിന്നീട് മുകുന്ദൻ ഒരു കഷ്ണം കേക്ക് എടുത്ത് മിന്നുമോളുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജയഗീതയ്ക്ക് ശരിക്കും സന്തോഷമാണ് തോന്നുന്നത്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.